നമസ്കാരം, ഞാൻ രശ്മി സരിൻ. എല്ലാവർക്കും രശ്മി സരിൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള 3 റെസിപ്പീസ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണണേ. തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ആദ്യം ആരോഗ്യകരമായിട്ടുള്ളൊരു ചുക്ക് കാപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ അയമോദകം, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 1 ഇഞ്ച് നീളത്തിലുള്ള ചുക്ക്, 1 കുടംപുളി, പിന്നെ കുറച്ച് തുളസിയിലയും അതേപോലെ തന്നെ 4 പനിക്കൂർക്കേൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്പൈസസ് ഒക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിരിക്കുന്ന സ്പൈസസ് വെള്ളത്തിലേക്ക് ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ. അതിനായിട്ട് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തുളസിയിലയും പനിക്കൂർക്കേൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കണം. അതുപോലെ നമ്മളുടെ പനീൻ്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്താനായിട്ട്. നമുക്ക് ചുമയാണ് കൂടുതലുള്ളതെങ്കിൽ ആടലോടകത്തിൻ്റെ ഇലയും കൂടെ ഈ ചുക്ക് കാപ്പിയിലേക്ക് ഇട്ടാൽ നല്ലതായിരിക്കും. അതേപോലെ മൂക്കടപ്പാണെങ്കിൽ അയമോദകം കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തൊണ്ടവേദനയാണ് കൂടുതലുള്ളതെങ്കിൽ കുടംപുളീൻ്റെ സത്ത് വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്ന രീതിയിൽ കല്ലിൽ വെച്ചിട്ടൊന്ന് ഇടിച്ച് ചുക്ക് കാപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കരിപ്പട്ടി ഇല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചുക്ക് കാപ്പീൻ്റെ ആവിയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം സത്ത് കാപ്പിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാപ്പി ഒന്ന് അരിച്ചിട്ട് ഉപയോഗിക്കാം. ചുക്ക് കാപ്പീൻ്റെ ഗുണം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ആവി ഒട്ടും പുറത്തു പോകാതെ അടച്ചു വെച്ച് സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം. കുറേ നേരമായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രുചി കൂടുമെങ്കിലും ഗുണം കുറയാണ് ചെയ്യുന്നത്. ചുക്ക് കാപ്പി നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു ചുക്ക് കാപ്പിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ചുക്ക് കാപ്പിയോടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു മസാല ചായൻ്റെ റെസിപ്പി കാണാം. മഴക്കാലത്ത് ഈ ഒരു മസാല ചായ നമ്മുടെ ശരീരം നന്നായിട്ട് ചൂടായിരിക്കുന്നതിന് സഹായിക്കും. മഴക്കാലത്ത് മാത്രമല്ല, നമുക്ക് ക്ഷീണമായിട്ടിരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മസാല ചായ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഊർജം കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മസാല ചായക്ക് നമ്മൾ ഒരുപാട് സ്പൈസസ് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരളവിൽ മാത്രം എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ടേൻ്റെ കഷ്ണം, 2 ഗ്രാമ്പു, 1/4 ടീസ്പൂണിൻ്റെ പകുതി പെരുംജീരകം, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ചുക്കിൻ്റെ കഷ്ണം, അതേപോലെ തന്നെ 2 ഏലക്കായ. ഇതിൻ്റെ രുചിയെല്ലാം വെള്ളത്തിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി മസാല ചായ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗ്രീൻ ടീ ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവി ഒട്ടും പുറത്തു പോകാതെ ഒരടപ്പ് കൊണ്ട് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്പൈസസ് ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം അരിച്ചിട്ട് ഉപയോഗിക്കാം. ഈ ഒരു മസാല ചായ ഉണ്ടാക്കി കഴിക്കുന്നത് വയറിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനൊക്കെ നല്ലതാണ്. അതേപോലെ മൂക്കടപ്പിനും തലവേദനയ്ക്കൊക്കെ ഈ ഒരു മസാല ചായ കഴിക്കുമ്പോൾ ആശ്വാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ടയേർഡായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മസാല ചായ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും. അപ്പോൾ ഈ ഒരു മസാല ചായൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ സാധാരണ ചായപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മധുരം ചേർക്കാത്തത് കൊണ്ട് ഗ്രീൻ ടീൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ പിന്നെ മധുരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ മസാല ടീയും തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള നാരങ്ങ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നാരങ്ങ വെള്ളം നമുക്ക് വേനൽക്കാലത്ത് മാത്രം കുടിക്കാനുള്ളതല്ല. മഴക്കാലത്ത് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്.
അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നതെന്ന് കാണാം. 2 കപ്പ് വെള്ളം കൊണ്ട് 2 പേർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നാരങ്ങ വെള്ളത്തിന്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. 2 കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത നാരങ്ങനീര് മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിന്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 8 10 പുതിനേന്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയാണ്. തേൻ ചേർക്കേണ്ടാത്തവർക്ക് 2 നുള്ള് ഉപ്പ് ചേർത്തിട്ടായാലും നാരങ്ങ വെള്ളം തയ്യാറാക്കിയെടുക്കാം. ഇനി മിക്സിന്റെ ജാർ അടച്ചതിന് ശേഷം 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. നാരങ്ങ വെള്ളം നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്നതിന് പുറമെ ദഹനത്തിനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ BP കുറയുകയോ കൂടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ BP ഒരു നോർമൽ ലെവലിലേക്ക് വരുന്നതാണ് പറയുക. പിന്നെ മുടിയുടെ ആരോഗ്യത്തിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനൊക്കെ നാരങ്ങ വെള്ളം നല്ലതാണ്. അതുപോലെ മഴക്കാലം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ട് കാര്യമില്ല. ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലതും. അപ്പോൾ ഈ 3 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്കും ഷെയറും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.